അല്ല, അച്ഛനെന്തിനാ ചിരിക്കുന്നേ? നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോ ചിരിക്കണ്ടേ? വരുൺ വിളിച്ചു പറഞ്ഞത് നീ കേട്ടില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ ജീവനോടെ കത്തിക്കുമെന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള ഭീഷണികളെ പ്രിയങ്കയോട് അവൻ സ്ഥിരം പറയാറുള്ളതാ. അല്ല, അതിനെന്താ പ്രത്യേകത? അത് സംഭവിച്ചാലോ ഇന്ന് രാത്രി അച്ഛൻ ഇതിനു വേണ്ടിയാണോ ബാംഗ്ലൂരിൽ തിരക്കിട്ട് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഈ ചർച്ചയ്ക്കില്ല. തോറ്റെല്ലാം മതിയാക്കി വെച്ചിരിക്കാൻ ഞാൻ. അതിന് ജയിക്കാൻ വേണ്ടി നീ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അച്ഛനുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം കുളമാക്കി വെച്ചതല്ലാതെ. നീ അച്ഛൻ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേക്ക്. പ്രിയങ്ക ചാകണം. ഇന്ന് രാത്രി തന്നെ ചാവണം. പ്രിയങ്കയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏട്ടനും ഏട്ടത്തിയും അടക്കം എല്ലാവരും വരുണിനെ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അവരതിന് മടിച്ചാല് പകരം നമ്മളായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയങ്ക ഇല്ലാതാവുകയും വരുൺ ജയിലിൽ പോകുകയും ചെയ്താൽ പിന്നെ ഏട്ടനും ഏട്ടത്തിയും സൂര്യയും മാത്രം. ഒന്ന് കുളം കലക്കിയാല് മീനെല്ലാം നമ്മുടെ കയ്യിൽ വന്ന് കയറും. ഓ, ഇതുവരെ തോറ്റതൊക്കെ ഭാഗ്യക്കേട്. ഭാഗ്യം ആരംഭിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി തൊട്ടാ. അവളെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നവർക്ക് അവള് തുറന്നു കൊടുക്കുന്ന വാതിലൂടെ അവൾ അവസാന യാത്ര പോകും. അച്ഛൻ പറയുന്നതൊക്കെ നടക്കുകയാണെങ്കിൽ നടക്കും. മുമ്പ് അവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കിയപ്പോ അവരൊരുങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അവരൊരുങ്ങി. തമ്മിൽ തല്ലിച്ചാവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നീ ഇത് കൽപ്പനയെ വിളിച്ചു പറഞ്ഞൊന്നുമില്ലല്ലോ. ഏയ്, അവളിപ്പോ എസ്റ്റേറ്റിലല്ലേ. ഞാനിപ്പോ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. വിവരം അറിഞ്ഞിട്ടെത്തിയാ മതി സൂര്യൻ കൽപ്പനയും. നാളെ രാവിലെ തന്നെ വിവരം അറിയിക്കാൻ നമുക്ക്.